നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ചാ വിഷയമാണ് കൃഷ്ണകുമാർ കുടുംബം. പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഇവരെല്ലാം. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി താരകുടുംബത്തിന് നേരിടേണ്ടി വരുന്നത് വിമർശനങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്വിന്റെ കുടുംബത്തെക്കുറിച്ച് ദിയ നടത്തിയ പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ദിയ പറഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നാലെ നിരവധി സൈബർ ആക്രമണങ്ങളും ദിയ നേരിട്ടിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരോട് വലിയ എതിർപ്പ് ദിയയ്ക്കുള്ളതായി തോന്നുന്നു എന്നാണ് നെറ്റിൽസൺസിന്റെ വാദം. പ്രണയത്തിലായി വളരെ പെട്ടെന്നായിരുന്നു ദിയയുടെ വിവാഹവും കുടുംബജീവിതത്തിലേക്ക് കടക്കലും. സാധാരണക്കാരനായ ഭർത്താവ് അശ്വിനെയും ദിയയെയും കുറിച്ച് നിരവധി താരതമ്യങ്ങൾ വന്നു. എന്നാൽ ഇതൊന്നും അശ്വിന്റെ വീട്ടുകാരുമായി ദിയയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹം ശക്തമായി തന്നെ തുടരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെ ലക്ഷ്യം വെക്കുന്ന തരത്തിൽ പല സ്റ്റോറികളും ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. അമ്മായിയമ്മ മരുമകൾ പ്രശ്നം പറയുന്ന റീലുകൾക്ക് ലൈക്ക് ചെയ്തു. ഇതെല്ലാം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിനിടെ മറ്റ് ചില മാറ്റങ്ങൾ ദിയയുടെ വ്ലോഗുകളുടെ വ്യൂവേഴ്സ് ശ്രദ്ധിച്ചു. വിവാഹത്തിന് മുൻപ് ഇടയ്ക്കിടെ അശ്വിന്റെ വീട്ടിൽ പോകുമായിരുന്നു ദിയ. ദിയയുടെ ചേട്ടന്റെ മകളുമായി വലിയ അടുപ്പമായിരുന്നു. എന്നാൽ പോകെ ദിയ അശ്വിന്റെ വീട്ടിൽ പോകുന്നതേ വ്യൂവേഴ്സ് കാണാതായി. വിവാഹത്തിന് മുൻപ് ദിയ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ അശ്വിന്റെ ചേട്ടന്റെ മകളെയും വ്ലോഗുകളിൽ കാണാതായി. ദിയ അശ്വിനെ വിവാഹം ചെയ്യാൻ വേണ്ടി മാത്രം അശ്വിന്റെ വീട്ടുകാരോട് വിനയം കാണിച്ചതാണെന്നും വിവാഹം കഴിഞ്ഞതോടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നുവെന്നും വ്യാപകമായി അഭിപ്രായങ്ങൾ വന്നു. ഇപ്പോഴിതാ അശ്വിന്റെ ചേട്ടൻ ദിയയുടെ മകന് ഒന്നാം പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. കുഞ്ഞിനെ ലാളിക്കുന്ന അശ്വിന്റെ മാതാപിതാക്കളെയും ചേട്ടനെയും ചേട്ടന്റെ ഭാര്യയെയും മകളെയും എല്ലാം വീഡിയോയിൽ കാണാമായിരുന്നു. നേരത്തെ അശ്വിന്റെ വീട്ടുകാർ കുഞ്ഞിനെ കാണാറില്ലേ എന്ന ചോദ്യത്തിന് ദിയ കൃഷ്ണ മറുപടി നൽകിയിരുന്നു. അശ്വിന്റെ കുടുംബം കുഞ്ഞിനെ കാണാറില്ലേ, കുഞ്ഞിനൊപ്പം സമയം ചെലവഴിക്കാറില്ലേ എന്ന് ഒത്തിരി പേർ ചോദിക്കാറുണ്ട്. ഞാനും എന്റെ വീട്ടുകാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. പക്ഷെ അശ്വിന്റെ വീട്ടിൽ ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അച്ഛനും അമ്മയും സോഷ്യൽ മീഡിയയിലേ ഇല്ല. അവർക്ക് അവരുടേതായ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനും എന്റെ ഫാമിലിയും വർഷങ്ങളായി മീഡിയയിലുള്ളവരാണ്. നമ്മൾ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണിക്കും. അശ്വിന്റെ വീട്ടിൽ പോകുമ്പോഴോ അവരുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴോ നമ്മളായി വ്ലോഗ് എടുത്തില്ല എങ്കിൽ അത് ആരും അറിയില്ല. അങ്ങനെ ആളുകൾ അറിയാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. അതിനർത്ഥം ഞങ്ങൾ അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നില്ലെന്നാണ്. എല്ലാവർക്കും അവരുടേതായ സമയം കുഞ്ഞിനൊപ്പം കിട്ടും. ഞാൻ എന്റെ കംഫർട്ടിന് പോകുന്നത് എന്റെ സ്വന്തം വീട്ടിലായിരിക്കുമല്ലോ. ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ തൽക്കാലം കുഞ്ഞിനെയും കൊണ്ടുപോകാനും പറ്റുള്ളൂ. ഓമി ചെറിയ കുഞ്ഞാണ്. അവനൊരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അശ്വിന്റെ കൂടെ വിടാം. എനിക്ക് അത്രയും സന്തോഷം. പക്ഷെ ഇപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയ സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ഓമിയും വരണമെന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഓമി ബേബിയുടെ 1ാം പിറന്നാൾ. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഓമിക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിരുന്നു. അശ്വിനും ദിയയും ഇത്തവണയും യാത്രയിലായിരുന്നു. പിറന്നാൾ ആഘോഷങ്ങളെല്ലാം തികച്ചും പേഴ്സണൽ ആക്കാറുണ്ട് ദിയ. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയത് മുതലുള്ള എല്ലാ വിശേഷങ്ങളും ദിയ ബ്ലോഗിലൂടെ കാണിച്ചിരുന്നു. ലേബർ റൂമിൽ ദിയയ്ക്കൊപ്പമായി വീട്ടുകാരും ഉണ്ടായിരുന്നു. പ്രസവത്തിന്റെ വീഡിയോയും അന്ന് വൈറലായിരുന്നു. വീട്ടുകാരും അശ്വിനും എല്ലാം കൂടെ ഉണ്ടായിരുന്നത് തനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു എന്ന് ദിയ തന്നെ പറഞ്ഞിരുന്നു. ജനനം മുതൽ മകനെയും കാണിച്ചിരുന്നു ദിയ. ഓമി എന്നാണ് വിളിപ്പേര്. ഓമിയെ കാണാനായി മാത്രം വ്ലോഗ് കാണുന്നുണ്ടെന്നുള്ള കമന്റുകളും വീഡിയോയുടെ താഴെ വരാറുണ്ട്. മകന്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യണമെന്ന നിർബന്ധമുണ്ട് ദിയയ്ക്ക്. ഞാൻ തിരക്കിലാണെങ്കിൽ മാത്രം മറ്റൊരാൾ ചെയ്താൽ മതിയെന്നായിരുന്നു ദിയ പറഞ്ഞത്. നേരത്തെ ഞാനും ഇങ്ങനെയായിരുന്നു. മക്കളുടെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഓസിയും. നേരത്തെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ നടന്നതായിരുന്നു. അമ്മയായതോടെ ഓസി ഒരുപാട് മാറി. കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടെന്നായിരുന്നു സഹോദരങ്ങളും പറഞ്ഞത്. ഓമിയുടെ വരവിനായാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അവനെ എടുക്കാൻ ഞങ്ങളെല്ലാം അടിപിടി കൂടുമെന്നും എല്ലാവരും പറഞ്ഞിരുന്നു. അഹാനയുടേതുപോലെയുള്ള ക്യാരക്ടർ ആവരുത്. അഹാനയും അശ്വിനും അൺഫോളോ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? മാസങ്ങൾക്ക് മുൻപേ ഇരുവരും അൺഫോളോ ചെയ്തല്ലോ. അഹാനയുടെ യഥാർത്ഥ സ്വഭാവം അശ്വിന് മനസ്സിലായോ? തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. അഹാനയും തൻവിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ദിയയുടെ നിലപാട് എന്താണ്? പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളെല്ലാം പരസ്യമാക്കിയത് അഹാനയും തൻവിയും തന്നെയല്ലേ? അതേക്കുറിച്ച് വീഡിയോ ചെയ്തവരെ എന്തിനാണ് കുറ്റം പറയുന്നത്? ശരിക്കും തിരക്കിലായിരുന്നോ അതോ എയറിലായിരുന്നോ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. പ്രണയവിവാഹത്തിലൂടെയായിരുന്നു ദിയയും അശ്വിനും ഒന്നായത്. ആദ്യ കാഴ്ചയിൽ തന്നെ അത്ര ഇഷ്ടം തോന്നിയിരുന്നില്ല. അടുത്ത് പരിചയപ്പെട്ടപ്പോഴാണ് തെറ്റിദ്ധാരണകളെല്ലാം മാറിയത്. വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു അശ്വിൻ പറഞ്ഞത്. സ്വന്തം കാര്യത്തിൽ മാത്രമല്ല തന്റെ ബിസിനസ്സിലെ കാര്യങ്ങളും അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നപ്പോൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജോലി തിരക്കിനിടയിലും തന്റെ കാര്യങ്ങളിലും അശ്വിൻ ഇടപെടുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയതെന്നും ദിയ പറഞ്ഞിരുന്നു.
അടുത്തിടെയായിരുന്നു തന്റെ ജോലി രാജിവെച്ച അശ്വിൻ ദിയയുടെ ബിസിനസ്സിലേക്ക് പൂർണ്ണമായും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ശരിക്കും MD ലൈഫ് ആയെന്നായിരുന്നു ദിയ പറഞ്ഞത്. പുതിയ സ്റ്റോക്ക് പരിചയപ്പെടുത്താനും ഓഫറിനെ കുറിച്ച് പറയാനുമെല്ലാം അശ്വിനും എത്താറുണ്ട്. നേരത്തെ വീഡിയോയിലൊക്കെ വരാൻ മടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി അശ്വിൻ തന്നെ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങി. ഓമിയുടെ കാര്യങ്ങളും നോക്കാറുണ്ട്. പൊതുവെ എല്ലാം ഞാനാണ് ചെയ്യുന്നതെന്നും ദിയ പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാമിലും ബ്ലോഗിലൂടെയുമായി എല്ലാ വിശേഷങ്ങളും ഇരുവരും പങ്കുവെക്കാറുണ്ട്. ഹാപ്പി കപ്പിൾസായി ഫോട്ടോകളും ബ്ലോഗുകളും ഇടുന്നുണ്ടെങ്കിലും ദിയ ഇടയ്ക്ക് പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ലൈക്ക് ചെയ്യുന്ന ഫോട്ടോകളും എല്ലാമാണ് ഇപ്പോൾ ഇരുവരും തമ്മിൽ പ്രശ്നത്തിലാണോ എന്ന സംശയം ഉണർത്തുന്നത്. ഭർത്താവിന്റെ വീട്ടുകാരുണ്ടാക്കുന്ന പ്രശ്നം, ഭർത്താവിൽ നിന്നും പരിഗണന ലഭിക്കാത്തത്, ഭർത്താവ് അമ്മയ്ക്ക് മുൻഗണന നൽകുന്നത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന പലരുടെയും പോസ്റ്റുകളും റീലുകളുമാണ് ദിയ പങ്കുവയ്ക്കാറും ലൈക്ക് ചെയ്യാറുമുള്ളത്. ഇതിനിടെ പണം ചെലവാക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്നതിനെ കുറിച്ച് നേരത്തെ ദിയ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. ദിയ എന്ത് കണക്ക് പറച്ചിലാണെന്ന് എന്റെ വ്ലോഗിൽ ചിലർ കമന്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു. അതിന് ഞാൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: പൈസ ഉണ്ടാക്കി പൈസ ചെലവാക്കുന്നവർ കണക്ക് പറയും. കടലിൽ എറിഞ്ഞാലും അളന്നെറിയണം. വലിച്ചെറിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് എറിഞ്ഞാലും അത് അളന്നെറിയുമെന്നാണ് ദിയ പറഞ്ഞത്. എപ്പോഴത്തെയും പോലെ തന്നെ ദിയയ്ക്കടുത്ത് ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കേട്ട് അശ്വിനുമുണ്ട്. പഴയൊരു ബ്ലോഗിൽ ദിയ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. അശ്വിനിട്ട് ഒന്ന് താങ്ങിയതാണോ എന്ന ചോദ്യം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. അശ്വിന് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളും വിദേശ യാത്രകൾക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം ദിയ ഇടയ്ക്കിടെ എടുത്തു പറയാറുണ്ട്. ഇത് കമന്റ് ബോക്സിൽ പലരും ചൂണ്ടിക്കാട്ടാറുമുണ്ട്. വിവാഹ ജീവിതത്തിൽ ഹണിമൂൺ ഘട്ടം പെട്ടെന്ന് അവസാനിച്ച് ദിയ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്ന് റെഡിറ്റിൽ കുറെ നാളായി അഭിപ്രായങ്ങളുണ്ട്. വിവാഹം എടുത്തുചാട്ടമാണെന്ന് വീട്ടുകാർ ദിയയെ ഉപദേശിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് വിവാഹവും കുഞ്ഞും വേണമെന്നത് ദിയയുടെ തീരുമാനമായിരുന്നു. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അശ്വിൻ അവഗണിക്കുകയാണെന്ന് വരെ വാദം വന്നു. അതേസമയം ഹേറ്റേഴ്സിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണിതെന്നും ദിയയുടെ ആരാധകർ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് ജോലി വിട്ട അശ്വിൻ ഇന്ന് ദിയയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ്. ഇന്ന് അധികം കൂട്ടുകാർ ദിയയ്ക്കില്ല. പ്രണയബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും താൻ സാമ്പത്തികമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ദിയ പറയുന്നത്. കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. ഞാൻ സ്നേഹിക്കുന്ന ആളെ മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്നവരെയും ഇത്തിരി സ്നേഹത്തോടെ ഒരാൾ സംസാരിച്ചാൽ ഞാനങ്ങ് വിശ്വസിക്കും. കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് പണിഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ ചെന്നാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വരുമ്പോൾ എല്ലാവരും എണീറ്റു പോകും. ദിയ കൊടുത്തോളും എന്ന് പറയും. ആദ്യമൊക്കെ ഓക്കെയാണ്, പിന്നെ ഏണിയാണ്. എന്റെ കാർഡാണ് ഉരയ്ക്കുന്നത്. എന്നെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഉപയോഗിച്ചതിന് ശേഷവും എന്നെ അവർ കുറ്റമാണ് പറയുന്നതെന്നും ദിയാകൃഷ്ണ ഒരിക്കൽ പറയുകയുണ്ടായി. അശ്വിൻ തന്നെ പ്രേമിച്ച് പ്രശസ്തനാകാൻ നോക്കിയില്ല എന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് സുഹൃത്തായിരുന്നപ്പോൾ തന്നെ അശ്വിൻ സമീപിച്ചിട്ടില്ല എന്നും ദിയാകൃഷ്ണ എന്ന് പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. You are watching You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe for more videos. Subscribe now. Thank you.